ക്രമപ്രശ്നം തീർപ്പാക്കുകയാണ്. ഓർഡർ. തദ്ദേശ ബില്ല് സബ്ജക്ട് കമ്മിറ്റിക്ക് വിടാതെ പാസാക്കിയത് ക്രമപ്രശ്നമായി ഉന്നയിച്ച പ്രതിപക്ഷം. നിയമസഭയുടെ പാരമ്പര്യം കളഞ്ഞു കുളിക്കുന്ന നടപടിയാണ് ഉണ്ടായതെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. മോദി സ്റ്റൈലിലാണ് ബില്ലുകൾ പാസാക്കിയതെന്നും വി.ഡി. സതീശൻ വിമർശിച്ചു. കേരള നിയമസഭയ്ക്ക് ബില്ലുകൾ പാസാക്കുന്നതിന്റെ ഒരു പാരമ്പര്യമുണ്ട്. ആ പാരമ്പര്യത്തെ കളഞ്ഞു കുളിച്ചുകൊണ്ട്, ജനാധിപത്യ സംവിധാനത്തെ ഇല്ലാതാക്കിക്കൊണ്ട്, ഈ നിയമസഭയുടെ പാരമ്പര്യത്തെ ഇല്ലാതാക്കിക്കൊണ്ട്, ഈ നിയമസഭയുടെ സവിശേഷതകളെ ഇല്ലാതാക്കിക്കൊണ്ടുള്ള ഏകപക്ഷീയമായ ഒരു നടപടിയായിരുന്നു ഇന്നലെ ചെയ്തത്. പാർലമെന്റിൽ മോഡി ഗവൺമെന്റ് ബില്ല് പാസാക്കുന്നത് പോലെ ഒരു മോഡി ശൈലിയിൽ ഇന്നലെ ഇവിടെ ബില്ല് പാസാക്കുകയുണ്ടായി. സാർ, അത് ഒരു കാരണവശാലും അനുവദിക്കാൻ പാടില്ല. ഇത്രയും വലിയൊരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഇത്രയും വലിയൊരു ആഘാതം കിട്ടിയിട്ടും ഇതുപോലെ ധാർഷ്ട്യം നിറഞ്ഞ, ധിക്കാരം നിറഞ്ഞ ഒരു നിലപാട് സ്വീകരിക്കാൻ പാടില്ല. ഇത് എല്ലാ സാമാജികർക്കും, പ്രതിപക്ഷത്തിന് മാത്രമുള്ളതല്ല, എല്ലാ നിയമസഭാ സാമാജികർക്കും കിട്ടേണ്ട എന്ത് ധൃതിയാണ് സാർ ഉണ്ടായത്? ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലവുമായി ബന്ധപ്പെട്ട് നിയമസഭയിൽ വാക്പോരിലേർപ്പെട്ട് നേതാക്കൾ. തൃശൂരിൽ ബി.ജെ.പിയെ ജയിപ്പിച്ചത് കോൺഗ്രസ് ആണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി M.V. ഗോവിന്ദൻ കുറ്റപ്പെടുത്തി. LDF വോട്ട് വൻതോതിൽ ബി.ജെ.പിക്ക് മറിഞ്ഞെന്ന് രമേശ് ചെന്നിത്തല മറുപടി നൽകി.